ബിസ്മില്ലാഹിർ-റഹ്മാനിർ-റഹീം. അൽഹംദുലില്ലാഹ് അസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. റമളാൻ, വിജയമാണ് റമളാൻ എന്ന വിഷയത്തിലാണ് നമ്മൾ സംസാരിക്കുന്നത്. 1-2 ദിവസങ്ങൾക്കുള്ളിൽ അള്ളാഹു അനുഗ്രഹിച്ച് വീണ്ടും ഒരു അനുഗ്രഹീതമായ മാസം കൂടി നമ്മളിലേക്ക് വരികയാണ്. ഒരു വർഷവും കൂടി അള്ളാഹു സുബ്ഹാനഹു വ തആല നീട്ടിത്തന്ന് നമ്മെ പരീക്ഷിക്കുന്നു എന്നതാണ് ആദ്യം നമ്മുടെ മനസ്സിലുണ്ടാവേണ്ടത്. കഴിഞ്ഞ റമളാൻ കഴിഞ്ഞ് ഈ റമളാനിലേക്ക് വരുമ്പോൾ ഈ കഴിഞ്ഞ ഒരു വർഷത്തിനിടയിൽ നമ്മൾ എന്ത് ചെയ്തു എന്നുള്ളൊരു ആത്മവിചാരണയും കൂടി റമളാനിലേക്ക് കടക്കുമ്പോൾ അതിനു മുമ്പ് നമുക്കുണ്ടാവണം. സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ വിഷയത്തിൽ പ്രത്യേകം പറഞ്ഞൊരു കാര്യമുണ്ട്. ഓരോ റമളാനും ഓരോ ജുമായയും അല്ലെങ്കിൽ ഓരോ നമസ്കാരങ്ങളും അതിൻ്റെ ഇടയിലുള്ളത് അള്ളാഹു പുറത്തു തരുമെന്നാണ്. അതായത് കഴിഞ്ഞ റമളാൻ അല്ലെങ്കിൽ കഴിഞ്ഞ ജുമാ, കഴിഞ്ഞ നമസ്കാരം വേണ്ട രീതിയിലാണെങ്കിൽ അതനുസരിച്ച് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ പ്രവർത്തനങ്ങളിലും ചിന്തകളിലും അതിൻ്റെ പ്രതിഫലനങ്ങൾ ഉണ്ടെങ്കിൽ ആ 2 നമസ്കാരവും 2 നോമ്പ് 2 ജുമാ ആ ഇടക്കാലങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പുറത്തു തരുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. പക്ഷേ നമ്മുടെ ജീവിതത്തിൽ ഈ പറയുന്ന ഇബാദത്തുകൾ ആ ഒരു തരത്തിൽ പ്രതിഫലിച്ചിട്ടുണ്ടോ എന്നതാണ് നമ്മൾ ആദ്യം ആലോചിക്കേണ്ടത്. റമളാൻ വിജയമായി മാറുന്നത്, റമളാൻ എന്നല്ല, എല്ലാ ഇബാദത്തുകളും നമുക്ക് വിജയമായി മാറുന്നത് ആ ഇബാദത്തുകളുടെ ആത്മാവ്, അതിൻ്റെ സ്പിരിറ്റ് കണ്ടറിഞ്ഞ് ജീവിതത്തിൽ പ്രതിഫലിക്കുമ്പോൾ മാത്രമാണ്. നമ്മൾ നമസ്കരിക്കാറുണ്ട്, സക്കാത്തും സ്വതക്കകളും ഒക്കെ കൊടുക്കാറുണ്ട്, നമ്മൾ നിരന്തരം ഷഹാദത്ത് കലിമയെല്ലാം ചെല്ലാറുമുണ്ട്. പക്ഷേ അതൊരു മുസ്ലിം എന്ന നിലയിൽ നമ്മുടെ ഐഡൻറ്റിറ്റി സൂക്ഷിക്കാനുള്ള ചില സിമ്പലുകൾ മാത്രമാണ്. അതല്ല, ഒരു വിശ്വാസി എന്ന നിലയിൽ നമ്മൾ നിരന്തരം ജീവിതത്തിൽ കീപ്പ് ചെയ്യേണ്ട നമ്മുടെ അടിസ്ഥാന ബാധ്യതയായിട്ടാണോ നമ്മൾ കാണുന്നത് എന്നതിനെ അനുബന്ധിച്ചിരിക്കും അത് നമ്മുടെ ജീവിതത്തിൽ വിജയമായി മാറുകയോ ഇല്ലേ എന്നുള്ളതിൻ്റെ ഉത്തരം വരുന്നത്. അതുകൊണ്ട് ആദ്യമായി തന്നെ നമ്മളോടും എല്ലാവരോടും ചേർത്ത് പറയുന്നൊരു കാര്യം, ഇബാദത്തുകൾ എന്നത് വിജയമായി മാറുന്നത് അത് ഇബാദത്തുകൾ നമ്മുടെ ചെയ്തതിന് ശേഷവും ചെയ്യുന്നതിന് മുമ്പും അതിൻ്റെ നിയ്യത്ത് പൂർത്തിയാവുകയും ചെയ്തതിന് ശേഷം ആ ഇബാദത്ത് നമ്മുടെ ജീവിതത്തിൽ പ്രതിഫലിക്കുമ്പോൾ മാത്രമേ നമുക്കത് വിജയമായി മാറുള്ളൂ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. സൂറത്തുൽ ബഖറയിൽ 45-ാമത്തെ ആയത്തിൽ നമസ്കാരത്തെക്കുറിച്ച് പറയുന്ന ഭാഗത്ത്, നമസ്കാരം എന്ന് മാത്രമല്ല സ്വബറും എന്നതിനെക്കുറിച്ച് പറയുന്ന ഭാഗത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, വസ്തഈനു ബിസ്സബ്രി വസ്സലാത്ത് വ ഇന്നഹാ ലകബീറത്തുൻ ഇല്ലാ അലൽ ഖാശിഈൻ. നമസ്കാരവും സ്വബറും കൊണ്ട് നിങ്ങൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക. അത് ഭയം ഉള്ളവർക്ക് അല്ലാത്തവർക്കൊക്കെയും, അത് ഖുശൂ ഇല്ലാത്തവർക്കൊക്കെയും വലിയ ഭാരമുള്ള കാര്യമാണ് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്. റമളാനെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പരിചയപ്പെടുത്തിയത് ഷഹ്റു സ്വബർ എന്നാണ്, ക്ഷമയുടെ മാസമാണ്. ക്ഷമയുടെ മാസമായ റമളാൻ, അതുപോലെ തന്നെ റമളാൻ നമസ്കാരത്തിൻ്റെ മാസമാണ്, റമളാൻ സക്കാത്തിൻ്റെയും മാസമാണ്, സ്വതക്കകളുടെയും മാസമാണ്, റമളാൻ ഷഹാദത്ത് കലിമയുടെയും മാസമാണ്, റമളാൻ പറ്റുമെങ്കിൽ ഉംറയുടെയും മാസമാണ്. ഒരു വിശ്വാസി സാധാരണ ചെയ്യുന്ന എല്ലാ ഇബാദത്തുകളും ഒന്നിച്ചു വരുന്ന ഒരേ ഒരു ഇബാദത്താണ്, അല്ലെങ്കിൽ ഒരേ ഒരു മാസമാണ് റമളാൻ മാസം. അതുകൊണ്ട് തന്നെയാവാം ഒരുപക്ഷെ റമളാൻ മാസത്തിൽ ഇത്രയും പുണ്യം ഉള്ളത്. നമ്മൾ നമസ്കാരത്തിൽ വേറെ കാര്യങ്ങളൊന്നുമില്ല, ഹജ്ജിലും മറ്റു ഇടപാടുകളൊന്നുമില്ല, പക്ഷേ റമളാൻ മാസത്തിൽ ഈ ഇടപാടെല്ലാം കൂടെ ഒന്നിച്ചു വരുന്നു എന്നുള്ളതാണ്. അതോടുകൂടി എത്രത്തോളം പുണ്യം, എത്രത്തോളം നല്ല വിശ്വാസിയായി നല്ല മനുഷ്യനായി മാറാൻ പറ്റുന്നോ എന്നുള്ളൊരു അന്വേഷണമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മുന്നിൽ വെച്ച് തരുന്നത്. എന്നിട്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരു ഹദീസിൽ ഇങ്ങനെ ജിബ്രീൽ അലൈഹിസ്സലാം പറയുന്നു, നബി ആമീൻ പറയുന്നു. ഇപ്പോൾ വിശ്വാസികൾ പിന്നീട് ചോദിക്കുന്നു, അതിൽ എന്തുകൊണ്ടാണ് നബി ആമീൻ പറയുന്നത് കേട്ടു? ഒന്ന്, എൻ്റെ പേര് പറഞ്ഞതിന് ശേഷം എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാത്തവർക്കെതിരെയുള്ള ശാപപ്രാർത്ഥനയാണ് ഞാനപ്പോൾ ആമീൻ പറഞ്ഞു എന്ന് പറഞ്ഞു. പിന്നെ പറഞ്ഞാൽ അതിൽ മറ്റൊരു കാര്യമായിരുന്നു, ഇത് റമളാൻ മാസം വന്നിട്ടും നന്നാക്കാത്തവർ
അവർക്കെതിരെയുള്ള ശാപപ്രാർത്ഥനയിൽ ഞാൻ ആമീൻ പിടിച്ചതാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അപ്പോൾ ഈ റമദാൻ മാസം വിജയമായി മാറുന്നത് ഞാൻ നേരത്തെ പറഞ്ഞത് സ്വബറിലേക്കാണ് കണക്ട് ചെയ്യുന്നത്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റമദാനെ റഹ്മത്തായിട്ടും സ്വബറായിട്ടും പല രീതിയിൽ റമദാൻ മാസത്തെ ഉപമിച്ചിട്ടുണ്ട്. അതിലൊന്നാണ് ഈ ആയത്തിൽ പറഞ്ഞതുപോലെ വസ്തഈനു ബിസ്സബ്രി വസ്സലാത്ത്, നിങ്ങൾ അള്ളാഹുവിനെ സമീപിക്കേണ്ടത് അത് നമസ്കാരത്തിലൂടെയാണ്, പിന്നെ സ്വബറിലൂടെയുമാണ്. വ ഇന്നഹാ ലകബീറത്തുൻ ഇല്ലാ അലൽ ഖാശഈൻ, അള്ളാഹുവിനെ ഭയക്കുന്നവർക്ക് ഇതൊട്ടും ഭാരമല്ല. അതായത് ഭയക്കാത്തവർക്ക് ഇത് ഭയങ്കര ഭാരമായി മാറുന്നു എന്ന രീതിയിലാണ്. ഖുശൂ ഇല്ലെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു ഇന്നമാ യഖ്ഷല്ലാഹ മിൻ ഇബാദിഹിൽ ഉലമാ, അള്ളാഹുവിനെക്കുറിച്ച് ധാരണയുള്ളവർക്ക്, എൻ്റെ അടിമകളിൽ അള്ളാഹുവിനെക്കുറിച്ച് നല്ല വിവരമില്ലാത്തവർ, അവരാണ് അള്ളാഹുവിനെ ഏറ്റവും കൂടുതൽ ഭയക്കുന്നത്. അപ്പോൾ അള്ളാഹുവിനെക്കുറിച്ചൊരു വിവരമുണ്ടാവുക, അതായത് അള്ളാഹു എൻ്റെ റബ്ബാണെന്നുള്ള ബോധമുണ്ടാവുക, ആ ഈമാനിൻ്റെ മാധുര്യം അനുഭവിക്കാൻ കഴിയുക. ദാഖ താമൽ ഈമാൻ മൻ റളിയ ബില്ലാഹി റബ്ബ, അള്ളാഹുവിനെ റബ്ബായി തൃപ്തിപ്പെട്ടവനാണ് ഈമാനിൻ്റെ മാധുര്യം അനുഭവിക്കാൻ കഴിഞ്ഞത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. വബിൽ ഇസ്ലാമി ദീന, എൻ്റെ ദീനിനെ ഇസ്ലാമായി തൃപ്തിപ്പെടുക. വബി മുഹമ്മദൻ റസൂല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ റസൂലായി തൃപ്തിപ്പെടുന്നവനാണ് ഈമാൻ്റെ മാധുര്യം അനുഭവിക്കാൻ കഴിയുന്ന 3 കാര്യങ്ങളാണ്. അള്ളാഹുവിനെ റബ്ബായി തൃപ്തിപ്പെടുക, ദീൻ ഇസ്ലാമിനെ ദീനായി തൃപ്തിപ്പെടുക, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ റസൂലായി തൃപ്തിപ്പെടുക. അതല്ലാതെ ഒരു കമ്മ്യൂണിറ്റി മെമ്പർ എന്ന നിലയിൽ ഞാൻ സ്വീകരിക്കേണ്ടവനാണല്ലോ എന്ന് കരുതി സ്വീകരിക്കുന്നതിനേക്കാളും അപ്പുറം നമ്മുടെ ഈമാനിനെ നമ്മൾ എൻ്റെ പടച്ചോൻ എൻ്റെ റബ്ബാണ് എന്നുള്ള ഓർമ്മയോടുകൂടിയിട്ടാണോ നമ്മൾ സമീപിക്കുന്നത്? ഇസ്ലാം എൻ്റെ ദീനാണ് എന്നുള്ള ബോധമാണോ നമുക്കുള്ളത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എൻ്റെ റസൂലാണ് എന്ന ബോധമാണോ നമുക്കുള്ളത്? അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് ഈമാനിൻ്റെ മാധുര്യം അനുഭവിക്കാൻ കഴിയും. അങ്ങനെയുള്ളവർക്ക് പ്രശ്നങ്ങളൊന്നുമില്ല. അൻതും അലൗന ഇൻ കുന്തും വലാ തഖാഫു വലാ തഹ്സിനു വ അൻതുമുൽ അലൗന ഇൻ കുന്തും മുഅ്മിനീൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, നിങ്ങൾ ഭയക്ക വേണ്ട, ഇങ്ങനെ നിന്ദിതരാവേണ്ട ആവശ്യമില്ല, നിങ്ങളാണ് ഏറ്റവും ഉന്നതർ നിങ്ങൾ വിശ്വാസികളാണെങ്കിൽ. അതാണ് ഈമാനെക്കുറിച്ച് ഞാൻ ആദ്യം പറഞ്ഞത്. ഈമാൻ എന്ന് പറഞ്ഞത് ആ ഒരു അർത്ഥത്തിലാണ്. ആ ഈമാൻ ഉണ്ടെങ്കിൽ നമുക്ക് യാതൊരു ഭയം ഉണ്ടാവുകയില്ല. വിശ്വാസി എന്ന നിലയിൽ നമുക്കൊരു ഭയം, ഒരു നിന്ദ്യത ഉണ്ടാവുകയില്ല. കാരണം വിശ്വാസം ഏറ്റുപിടിക്കാനാണ് നമുക്ക് ഓരോ ഇബാദത്തുകളും നമ്മളോട് പറയുന്നത്. വിശ്വാസം ഏറ്റുപിടിക്കുക. ആദ്യം ഞാനൊരു വിശ്വാസിയാണെന്നുള്ള കാര്യം ഉറപ്പുവരുത്തുക. വമൻ അഹ്സനു ഖൗലം മിമ്മൻ ദാ ഇലല്ലാഹ് വഅമില സ്വാലിഹൻ വഖാല ഇന്നനി മിനൽ മുസ്ലിമീൻ. സൂറ ഫുസ്സിലത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, അള്ളാഹുവിൻ്റെ മാർഗത്തിലേക്ക് ക്ഷണിക്കുകയും സൽക്കർമ്മം പ്രവർത്തിക്കുകയും ഞാൻ മുസ്ലിങ്ങളിൽ പെട്ടവനാണെന്ന് പറയുകയും പ്രഖ്യാപിക്കുകയും ചെയ്യുന്നവനേക്കാൾ ഏറ്റവും നല്ല വാക്ക് പറഞ്ഞവൻ ആരാണ് എന്നുള്ള ചോദിക്കുകയാണ്. ആരാണ് ഏറ്റവും നല്ല വാക്ക്? 3 പ്രവർത്തനങ്ങൾ ചെയ്യാനാണ്. ഒന്ന്, ദഅവത്ത് ചെയ്യുക എന്ന് മാത്രം പോരാ, സ്വീകരിക്കുന്ന ആശയത്തിന് അടിസ്ഥാനിച്ച് പ്രവർത്തിക്കുക, അമലു സാലിഹ് ചെയ്യുക. അതിൻ്റെ കൂടെ തന്നെ ഞാൻ മുസ്ലിമാണെന്ന് പറയാൻ കഴിയുക, പ്രഖ്യാപിക്കാൻ കഴിയുക. ഈമാൻ ഉണ്ട് എന്ന് പറയണം നമുക്ക്, അതനുസരിച്ച് പ്രവർത്തിക്കണം നമുക്ക് എന്ന് മാത്രം പോരാ, ഞാൻ സ്വീകരിക്കുന്ന ആശയത്തിലേക്ക് ബാക്കിയുള്ളവരെയും കൊണ്ട് ക്ഷണിക്കാനുള്ള മാനസിക വിശാലതയും വലിപ്പവും അറിവും നമുക്കുണ്ടാവണം. കാരണം സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലെങ്കിൽ പരിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നത് എന്താണ്? ഇത് കാഫത്തൽ ലിന്നാസാണ്. ഖുർആൻ, ഇസ്ലാം മുഴു ജനങ്ങൾക്കുമുള്ളതാണ്. വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ലോകർക്ക് കാരുണ്യമായിട്ടാണ് അയച്ചത്. ഖുർആൻ ഹുദൽ ലിന്നാസാണ്. ഖുർആൻ നമ്മൾ ഈ പറയുന്ന വിഷയത്തിൽ റമദാനുമായി ബന്ധപ്പെട്ട് വരുന്ന ആയത്തിൽ തന്നെയും ഷഹ്റു റമദാൻ അല്ലദീ എന്ന് പറയുന്ന ആയത്തിൽ തന്നെയും അള്ളാഹു ഖുർആൻ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ദീൻ എന്ന് പറയുന്നത് ലോകർക്കുള്ളതാണെന്ന് പരിചയപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ ഇത് ഞാൻ സ്വീകരിക്കുന്ന ആശയം അത് കരുണാമയമാണ്, സ്നേഹം നിറഞ്ഞതാണ്, എല്ലാവരെയും ഉൾക്കൊള്ളാൻ കഴിയുന്നതാണ്, നീതിയുള്ളതാണ്. ആ ബോധത്തോടുകൂടി എന്നാൽ നിങ്ങളും കൂടി വരൂ എന്ന് പറയുന്ന ഒരു എമ്പതിയും സിമ്പതിയും നിറഞ്ഞ ഒരു സ്വഭാവവും വിശ്വാസിക്കുണ്ടാവണമെന്നും കൂടി ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്. അത് എവിടെ നിന്നാണ് ഉണ്ടാവുന്നത്? നമ്മുടെ ഈമാനിൽ നിന്നാണ് ഉണ്ടാകുന്നത്. അതാണ് വഖാല ഇന്നനി മിനൽ മുസ്ലിമീൻ എന്ന് പറഞ്ഞത്.
പിന്നീട് പറഞ്ഞത് അമലു സാലിഹ് ചെയ്യാനാണ് പറഞ്ഞത്. ഉള്ള സ്വീകരിക്കുന്ന ആശയത്തിൽ അതനുസരിച്ച് പ്രവർത്തിക്കാൻ കഴിയണം. അതുമാത്രം പോരാ, ആ ആശയത്തിലേക്ക് ബാക്കിയുള്ളവരെ തന്നാൽ കഴിയുന്ന വിധം ഏത് രീതിയിലാണോ നമ്മളെക്കൊണ്ട് കഴിയുന്നത് ആ രീതിയിൽ ആ ആശയത്തിലേക്ക് ജനങ്ങളെ ക്ഷണിക്കാനും നമുക്ക് കഴിയണം. അങ്ങനെയുള്ള പ്രവർത്തനങ്ങളെക്കാൾ വാക്കിനേക്കാൾ ഏറ്റവും നല്ല വാക്ക് പറഞ്ഞവൻ വേറെ ആരെന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ആയത്തിൽ ചോദിക്കുന്നത്. നമ്മളിലും അല്ലെങ്കിൽ നമുക്കും ആ ഇനത്തിൽ പെടേണ്ടതല്ലേ? അങ്ങനെ പെടണമെങ്കിൽ ഇബാദത്തുകൾ എന്താണ്, എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിൽ പ്രതിഫലിക്കുന്നത് എന്നുള്ളൊരു ധാരണ നമുക്ക് വേണം. റമദാനുമായി ബന്ധപ്പെട്ട് നോക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തുകൾ പറയുന്ന ഭാഗത്ത്, ഇവിടെ റമദാനെക്കുറിച്ച് പറയുന്ന ഭാഗത്ത് തന്നെ പ്രത്യേകം എടുത്ത് പറയുന്നൊരു കാര്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, യുരീദുല്ലാഹു ബിക്കുമുൽ യുസ്ർ വലാ യുരീദു ബിക്കുമുൽ ഉസ്ർ. റമദാൻ്റെ വർത്തമാനം പറയുന്ന ഭാഗത്ത് തന്നെയാണ്. അതായത് ഷഹ്റു റമദാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ എന്ന് പറയുന്ന 185 ആയത്തിൻ്റെ നടുക്കുള്ളൊരു ഭാഗമാണ്. അള്ളാഹു പറയുന്നു, നിങ്ങൾക്ക് എളുപ്പമാണ് അള്ളാഹു ഉദ്ദേശിക്കുന്നത്, നിങ്ങൾക്ക് പ്രയാസമല്ല ഉദ്ദേശിക്കുന്നത്. ഏത് ഇബാദത്താണ് നമുക്ക് പ്രയാസകരമായി മാറുന്നത്? ഇബാദത്തുകളുടെ ഫിഖ്ഹുകൾ നിങ്ങൾ എടുത്തു നോക്കുക. ഷഹാത്ത് കലിമ എന്നതിനെക്കുറിച്ച് 5 സ്തംഭങ്ങളിൽ ഒന്ന് ഷഹാത്ത് കലിമയാണ്. അത് നമുക്ക് മനസ്സ വാച കർമ്മണ ചെയ്യേണ്ട കാര്യമാണ്. ഷഹാദത്ത് കലിമ എന്ന് പറയുന്നത് പ്രയാസമുള്ള കാര്യമല്ല. അത് ജീവിതത്തിൽ നമ്മുടെ ഈമാനിലും നമ്മുടെ ശരീരത്തിലും പ്രതിഫലിക്കുക എന്നുള്ളതാണ്. ഒരു വിശ്വാസി എന്ന നിലയിൽ ആദ്യം ചെയ്യേണ്ട കാര്യം കൂടെ അതാണ്. നമസ്കാരത്തിൻ്റെ കാര്യം നോക്കുക. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഖുശൂ ഉണ്ടെങ്കിൽ നമുക്ക് നമസ്കാരം പ്രയാസമുള്ളതാവുകയില്ല. അള്ളാഹുവിനെ പേടിയുണ്ടെങ്കിൽ മാത്രമാണ് നമസ്കാരം നമുക്ക് എളുപ്പമാവുക. നമസ്കാരം ഭാരമാണെന്ന് ധരിച്ചാൽ തന്നെ എന്താണ് അവസ്ഥ? ആ ഫിഖ്ഹിൻ്റെ രീതികൾ നോക്കുക. നിങ്ങൾക്ക് ആരോഗ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് അല്ലെങ്കിൽ എഴുന്നേറ്റ് നിന്ന് നിസ്കരിക്കുക, ആണുങ്ങളെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ ഇരുന്ന് നിസ്കരിക്കാം, അല്ലെങ്കിൽ കിടന്ന് നിസ്കരിക്കാം. അതും അല്ലെങ്കിൽ മനസ്സാ വിചാരിക്കുകയെങ്കിലും വേണം. നമ്മുടെ ശാരീരിക രീതി അനുസരിച്ചുകൊണ്ട് നമസ്കാരം നമുക്ക് എളുപ്പമാക്കി തന്നിരിക്കുന്നു. യാത്രക്കാരന് നമസ്കാരം ജമ്മും ഖസറുമാക്കി തന്നിരിക്കുന്നു. ജുമ എന്നത് എല്ലാവർക്കും ഫറലാക്കിയ ജുമ, പ്രത്യേകിച്ച് ആണുങ്ങൾക്ക്, പുരുഷന്മാർക്കും, അതും അവിടെയും യാത്രയിൽ ഇളവ് തന്നിരിക്കുന്നു. 4 റക്കാത്ത് കറക്റ്റായി നിസ്കരിക്കണമെന്നും ജമാഅത്തായി നിസ്കരിക്കുന്നതിനാണ് 27 ഇരട്ടി പുണ്യമെന്ന് പറയുമ്പോൾ പോലും ആ ജമാഅത്ത് നിസ്കരിക്കാൻ പറ്റാത്ത സാഹചര്യങ്ങളിൽ അപ്പോഴും ഇളവ് തന്നിരിക്കുന്നു. സ്ത്രീകൾക്കാണെങ്കിലോ അവരുടെ ശാരീരിക മെൻസസ് അതുപോലെ ഹൈള നിഫാസ് സാഹചര്യങ്ങളിൽ അവർക്കും ഇളവ് കൊടുത്തിരിക്കുന്നു. ഒരു വിശ്വാസി എന്ന നിലയിൽ നമസ്കാരം ഒഴിവാക്കുകയാണെങ്കിൽ കുഫ്റിലേക്കുള്ള ഒരു പോക്കാണെന്ന് പറഞ്ഞ അതേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അല്ലെങ്കിൽ അതേ ഖുർആൻ, അതേ ഇസ്ലാം തന്നെ സ്ത്രീകൾക്ക് ഒരുപാട് ഇളവ് കൊടുക്കും. നിസ്കരിക്കേണ്ടതില്ല, നിസ്കരിക്കേണ്ട എന്ന് അവരുടെ ശാരീരികാവസ്ഥ അനുസരിച്ച് പറയുന്നു. ഇളവുകൾ നോക്കുക. ഇത്തഖദുർ റുഖ്സ, ഇളവുകൾ സ്വീകരിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രത്യേകം നിയമത്തിൻ്റെ കാര്യത്തിൽ പറയുകയും ചെയ്യുന്നുണ്ട്. നോമ്പിൻ്റെയാണ് ഇപ്പോൾ നമ്മൾ പറയുന്നത്. നോമ്പാകുമ്പോൾ നമ്മുടെ പല ഘട്ടങ്ങളിലും യാത്രക്കാരനാണെങ്കിൽ ദൂരെയുള്ള ഏത് യാത്രക്കാരനെന്നുള്ള ചർച്ചകൾ പോലുമുണ്ട്. അതായത് ഒരാൾക്ക് നോമ്പെടുക്കാൻ പറ്റാത്ത തരത്തിലുള്ള യാത്രയാണെങ്കിൽ നോമ്പ് ഒഴിവാക്കാം. നമുക്കറിയാം ബദർ യുദ്ധവും മക്കൻ ഫതഹും നടന്നത് റമളാനിലാണ്. ഈ 2 യുദ്ധങ്ങളിലും നോമ്പെടുത്തിരുന്നില്ല സഹാബികൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടക്കം നോമ്പെടുത്തിരുന്നില്ല. ചില സാഹചര്യങ്ങളിൽ യുദ്ധത്തിന് പോകുമ്പോൾ നോമ്പ് മുറിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരുന്നു. കാരണം ഒരു വിശ്വാസിയുടെ ശരീരത്തെ തളർത്തിക്കൊണ്ട്, ഒരു മനുഷ്യൻ്റെ ശരീരത്തെ തളർത്തിക്കൊണ്ട് ഒരു ഇബാദത്തില്ല എന്നത് തന്നെയാണ്. പലപ്പോഴും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹലക്കൽ മുത്തനത്തിഊൻ, തീവ്രവാദികൾ നശിക്കട്ടെ. മുത്തനത്തി എന്ന് വെച്ചാൽ ഇബാദത്തുകളിലെ തീവ്രത കാണിക്കുന്നതിനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ പ്രത്യേകം പറഞ്ഞത്. ഒരു വൃദ്ധനെ 2 കുട്ടികൾ താങ്ങിക്കൊണ്ട് പോകുന്നതുണ്ട്. എന്താണെന്ന് ചോദിച്ചപ്പോൾ പറയുന്നത് മൂപ്പര് നടക്കാൻ നേർച്ചെടുത്തത്രേ പള്ളിയിലേക്ക്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ പരിപാടി ഇസ്ലാമിലില്ല. ഇബാദത്തുകൾ ശാരീരിക മാനസിക തയ്യാറെടുപ്പോടുകൂടി ചെയ്യേണ്ടതാണ്. അതനുസരിച്ചുള്ള ഇബാദത്തി രീതികളെ ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ളൂ. നോമ്പിൻ്റെ കാര്യവും അങ്ങനെ തന്നെ. ആരോഗ്യമുള്ളവരും ശാരീരിക ബുദ്ധിമുട്ട് ഇല്ലാത്തവരുമാണ് നോമ്പെടുക്കേണ്ടത്. പിന്നെ നോമ്പെടുത്ത് വീട്ടുകയോ അല്ലെങ്കിൽ അതിൻ്റെ പ്രായശ്ചിത്തം ചെയ്യുകയാണ് ചെയ്യേണ്ടത്. എത്രത്തോളം നമ്മൾ ഇബാദത്തുകളിലേക്ക് ഒരുങ്ങുന്നു. സക്കാത്തിൻ്റെ കാര്യം ഉള്ളവൻ കൊടുത്താൽ മതി എന്നുള്ളതാണ്. മിച്ചമുള്ളത് ഖുലിൽ അഫ്, ഏത് സമ്പാദിക്കുന്നതിൻ്റെ വാർഷികമായിട്ടുള്ള അയാൾക്ക് കൊടുക്കാൻ കഴിയുന്ന സംവിധാനമുണ്ടെങ്കിൽ അത് കൊടുക്കാനാണ് സക്കാത്തിൻ്റെ കാര്യത്തിൽ പോലും അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. പക്ഷെ അതിൻ്റെ അർത്ഥം ഞാൻ എൻ്റെ ഇല്ലല്ലോ അതുകൊണ്ട് കൊടുക്കുന്നില്ല എന്നതിലേക്കല്ല, എങ്ങനെ എനിക്ക് കൊടുക്കാൻ പറ്റും എന്നതാണ് ആലോചിക്കേണ്ടത്. വേറെ കാര്യം.
എങ്ങനെ നമസ്കാരം മുടക്കാൻ പറ്റുമെന്നല്ല, എങ്ങനെ നമസ്കരിക്കാൻ പറ്റുമെന്നും, എത്രത്തോളം എനിക്ക് നോമ്പെടുക്കാൻ പറ്റുമെന്നും, എത്രത്തോളം എനിക്ക് സക്കാത്ത് കൊടുക്കാനുള്ള സംവിധാനം ഒരുക്കാൻ പറ്റുമെന്നും അതാണ് ആലോചിക്കേണ്ടത്. ഹജ്ജിൻ്റെ കാര്യം ആരോഗ്യവും സമ്പത്തും യാത്രാ സംവിധാനവും ഉള്ളവൻ മാത്രം പോയാൽ മതി. പക്ഷേ അപ്പോൾ പോലും ഇസ്ലാമിൻ്റെ 5 സ്തംഭങ്ങളിൽ ഒന്നായതുകൊണ്ട് തന്നെ ഓരോ വിശ്വാസിയുടെയും മനസ്സിലുണ്ടാവേണ്ടതാണ് എനിക്കെങ്ങനെ ഹജ്ജ് ചെയ്യാൻ പറ്റുമെന്നുള്ള മോഹം. അങ്ങനെ ഒരു ആഗ്രഹം നിലനിർത്താനും പറയുന്നു, ഒരു ലക്ഷ്യം മനസ്സിൽ വെക്കാനും പറയുന്നു. അതുപോലെ തന്നെ നിയമപരമായി ഉള്ളവൻ മാത്രം ചെയ്താൽ മതി എന്നും പറയുന്നു. പക്ഷേ എന്തിനാണ് അങ്ങനെ പറയണത്? ഒരു വിശ്വാസിക്ക് ആശ്വാസമായി മാറുന്നു എന്നതുകൊണ്ടാണ്. ഒരു ഇബാദത്തുകളും ഇസ്ലാം പഠിപ്പിച്ച ഒരു ഇബാദത്തും ഒരു വിശ്വാസിയെ പ്രയാസമുണ്ടാക്കുന്നതല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബികളോട് യാത്രയാവുമ്പോൾ ദഅവത്തുമായി ബന്ധപ്പെട്ട് പ്രത്യേകിച്ച് മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹുവിനെയൊക്കെയും യമൻ ഭാഗത്തേക്ക് അയക്കുമ്പോൾ അദ്ദേഹത്തോട് പറയുന്ന, അദ്ദേഹത്തിൻ്റെയോടും സുഹൃത്ത് മറ്റൊരു സഹാബിയോടും പറയുന്നൊരു കാര്യമാണ്, യസ്സിറ വലാ തുഅസ്സിറ ബശ്ശിറ വലാ തുനഫിറ. നിങ്ങൾ ജനങ്ങൾക്ക് എളുപ്പമാണ് ഉണ്ടാക്കേണ്ടത്, പ്രയാസമുണ്ടാക്കരുത്. ജനങ്ങൾക്ക് ബശ്ശിറ സന്തോഷവർത്തമാനമാണ് അറിയിക്കേണ്ടത്, വലാ തുഅസ്സിറ വലാ തുനഫിറ അവരെ നിങ്ങൾ വെറുപ്പിക്കരുത്. ഇസ്ലാം എന്ന് കേൾക്കുമ്പോൾ മനസ്സിൽ കുളിർമയുണ്ടാവണം. ഖുർആനെക്കുറിച്ച് പഠിക്കുമ്പോഴും സംസാരിക്കുമ്പോഴും മനസ്സിൽ ആശ്വാസം ഉണ്ടാവുകയാണ് വേണ്ടത്. അലാ ബിദിക്രില്ലാഹി തത്മഇന്നൽ ഖുലൂബ്. അള്ളാഹുവിനെക്കുറിച്ചും ഖുർആനെക്കുറിച്ചും ഇസ്ലാമിനെക്കുറിച്ചൊക്കെ കേൾക്കുമ്പോൾ മനസ്സിൽ ശാന്തി ലഭിക്കണമെന്നാണ്. അല്ലാതെ ഇസ്ലാമെന്ന് കേട്ടാൽ തന്നെ എന്തോ ഭാരമായി മാറുന്ന, വെറുപ്പുണ്ടാക്കുന്ന ആ തരത്തിലുള്ള ക്ലാസ്സുകളും സംസാരങ്ങളും ചിന്തകളും പരിപാടികളും ഇസ്ലാമിന് അന്യമാണ്. ഇസ്ലാം അങ്ങനെ പഠിപ്പിച്ചിട്ടില്ല. ഒരാൾ വെറുപ്പിലേക്കല്ല ഇസ്ലാം വിളിക്കുന്നത്, പ്രകാശത്തിലേക്കാണ്. മിനൽ ളുലുമാത്ത് ഇലൻ നൂർ എന്നാണ് ഖുർആൻ പഠിപ്പിക്കുന്നത് തന്നെ. അന്ധകാരങ്ങളിൽ നമ്മളെ ഉണ്ടാക്കുന്ന സകലവിധ പ്രകാശങ്ങളിൽ നിന്നും വെളിച്ചത്തിലേക്ക് ക്ഷണിക്കുക എന്നതാണ് ഇസ്ലാമിൻ്റെ കൺസെപ്റ്റ്. ഒരിക്കൽ റിബീ ബിൻ അമർ റളിയല്ലാഹു അൻഹു റളിയല്ലാഹുവിൻ്റെ കാലത്ത് അദ്ദേഹം റുസ്തമിൻ്റെ കൊട്ടാരത്തിലേക്ക് കടന്നു ചെന്നിട്ട് അപ്പോൾ അദ്ദേഹം ചോദിക്കും, നിങ്ങൾ എന്തിനാണ് വന്നത്, എന്താ പരിപാടി എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്നത്, ഇബ്താസന അല്ലാഹു ലി ഇഖ്റാജ് മയ്യഷ മിൻ ഇബാദത്തിൽ ഇബാദി ഇലാ ഇബാദത്തില്ലാഹി വഹ്ദ. അള്ളാഹു ഞങ്ങളെ നിയോഗിച്ചിരിക്കുന്നത് അടിമകളായ ഉടമകളിൽ നിന്ന് യഥാർത്ഥ ഉടമയുടെ അടിമത്തത്തിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുവാനാണ്, നയിക്കുവാനാണ്. പിന്നെ അദ്ദേഹം പറയുന്നത്, ഈ സകലവിധ ദുനിയാവിൻ്റെ സകലവിധ ദീനുകളുടെയും അക്രമത്തിൽ നിന്ന് ഇസ്ലാമിൻ്റെ അതിലിലേക്ക്, മിൻ ജൗരിൽ അദിയാനി ഇലാ അതിലിൽ ഇസ്ലാം, മനുഷ്യന്മാർ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന സകല വ്യവസ്ഥകളുടെയും അക്രമങ്ങളിൽ നിന്ന് ഇസ്ലാമിൻ്റെ നീതിയിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുവാനാണ്. വമിൻ ലീഖി ദുനിയ ഇലാ സഅത്തി ദുനിയ വൽ ആഖിറ. ഇസ്ലാമിൻ്റെ 3ാമത്തെ കൺസെപ്റ്റ് അദ്ദേഹം പറയുന്നത്, ഈ ദുനിയാവിൽ ഉണ്ടാക്കി വച്ചിരിക്കുന്ന സകലവിധ കുടിസതയിൽ നിന്ന് ഈ ദുനിയാവിൻ്റെയും പരലോകത്തിൻ്റെയും വിശാലതയിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുവാനാണ്. ഇസ്ലാം അതാണ് ഉദ്ദേശിക്കുന്നത്. അള്ളാഹുവിൻ്റെ അടിമത്തം അതാണ് 1, നീതി അതാണ് 2, ഈ ദുനിയാവിലും പരലോകത്തിലും വിശാലമായ ജീവിത സാഹചര്യം ഉണ്ടാക്കുക അതാണ് 3. അങ്ങനെ പഠിപ്പിക്കുന്ന ഇസ്ലാം ഒരിക്കലും ഇബാദത്തിൻ്റെ പേരിൽ കുടിസത നമുക്കുണ്ടാക്കുകയില്ല, പ്രയാസം നമുക്കുണ്ടാക്കുകയില്ല. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ റമളാനിൻ്റെ വർത്തമാനം പറയുന്ന ഈ 83 മുതൽ 183 മുതൽ താഴോട്ടുള്ള ആയത്തുകളും അതിൻ്റെ മുകളിലുള്ള ആയത്തുകളും ശ്രദ്ധിക്കുക. അതിന് മുമ്പുള്ള ആയത്തുകൾ നിയമം, യുദ്ധവുമായി ബന്ധപ്പെട്ട നിയമം വരുന്നുണ്ട്. പ്രതിക്രിയ, ഖിസാസുമായി പ്രതിക്രിയയുമായി ബന്ധപ്പെട്ട നിയമം വരുന്നുണ്ട്. ഈ നിയമങ്ങൾ പറയുന്നതിൻ്റെ ഇടയ്ക്കാണ് യുദ്ധം അനുവദനീയമാക്കുന്നതും ഹിജ്രി 2-ാം വർഷമാണ്. അതേ സാഹചര്യം തന്നെയാണ് നോമ്പും അനുവദനീയമാക്കുന്നത്. അതേ സാഹചര്യം തന്നെയാണ് ഖിസാസ് അനുവദനീയമാക്കുന്നത്. എന്തൊക്കെ നല്ല രീതിയിൽ ഭക്ഷണം കഴിക്കണമെന്ന് പറയുന്ന വർത്തമാനവും ഇതേ പശ്ചാത്തലത്തിൽ തന്നെ വരുന്നുണ്ട്. അതായത് എല്ലാം പറയുന്നതിൻ്റെ ഇടയിലാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ വർത്തമാനം പറയുന്നത്. നിങ്ങൾക്ക് എളുപ്പമാണ് അള്ളാഹു ഉദ്ദേശിക്കുന്നത്, നിങ്ങളെ പ്രയാസപ്പെടുത്താൻ അള്ളാഹു ഉദ്ദേശിക്കുന്നില്ല. യുദ്ധം ഒരു ക്രിമിനൽ നിയമങ്ങൾ പറയുന്ന ഭാഗത്ത്, സിവിൽ നിയമങ്ങൾ പറയുന്ന ഭാഗത്ത്, ഇബാദത്തിൻ്റെ നിയമങ്ങളും കൂടി പറയുന്ന ഭാഗത്താണ് അള്ളാഹു സുബ്ഹാനഹു വ തആല യുരീദുല്ലാഹു ബിക്കുമുൽ യുസ്ർ വലാ യുരീദു ബിക്കുമുൽ ഉസ്ർ എന്ന് പറഞ്ഞത്. അതായത് ഈ നിയമങ്ങളൊക്കെയും മനുഷ്യൻ അള്ളാഹു സുബ്ഹാനഹു വ തആല തരുന്നത് അവന് ജീവിതം എളുപ്പമാക്കാൻ വേണ്ടിയിട്ടാണ്, അല്ലാതെ പ്രയാസം ഉണ്ടാക്കാനല്ല. അതാണ് നമ്മൾ നോമ്പിനെക്കുറിച്ച് സംസാരിക്കുമ്പോഴും ആദ്യം മനസ്സിലാവേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, തസഹറു ഫഇന്ന ഫിസ് സുഹൂരി ബറക.
നിങ്ങൾ അത്താഴം കഴിക്കൂ, അത്താഴത്തിൽ ബറക്കയുണ്ടെന്ന് പറഞ്ഞു. നമ്മൾ പലപ്പോഴും അത്താഴം രാത്രി ഒരു 8, 10, 12 മണി കഴിച്ചിട്ട് എന്നെ ഇനി വിളിക്കേണ്ട എന്ന് പറഞ്ഞ് നോമ്പ് അപ്പോഴേ തന്നെ നിയ്യത്തെടുത്ത് കിടക്കുന്നൊരു പരിപാടി മനുഷ്യന്മാർക്കുണ്ട്. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം പറഞ്ഞതാണ്, നിങ്ങൾ അത്താഴം കഴിക്കണം, ഇടയത്താഴം കഴിക്കണം, അതിൽ ബറക്കത്തുണ്ടെന്ന്. ഖുർആൻ തന്നെ കുലു വഷ്റബു എന്ന് പറഞ്ഞുകൊണ്ട് സുബഹിയുടെ ടൈം ആവുന്നതിനും അതുവരെ നിങ്ങൾ കഴിച്ചുകൊള്ളൂ. അതുവരെ കഴിച്ചുകൊള്ളൂ എന്ന് വെച്ചാൽ അതുവരെ കഴിക്കാമെന്നുള്ള അർത്ഥത്തിലല്ല, എന്നാലും അതുവരെ കഴിക്കാനുള്ള സമയം നിങ്ങൾക്കുണ്ടെന്നുള്ള അർത്ഥത്തിലാണ്. വെറും വയറ്റോടുകൂടി നോമ്പിൽ നിങ്ങൾ സമീപിക്കേണ്ട എന്നാണ്. ആവശ്യത്തിന് ഭക്ഷണം കഴിച്ചുകൊണ്ട് നിങ്ങൾ പോവുക, അല്ലാതെ കാലിയായ വയറോടുകൂടി നോമ്പെടുക്കാനല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. ആവശ്യത്തിന് കഴിച്ച് ആ ഒരു ആരോഗ്യത്തോടു കൂടിയിട്ടാണ് നോമ്പിനെ സമീപിക്കാൻ നമ്മളെ പഠിപ്പിച്ചത്. ആലോചിച്ച് നോക്കുക, അവിടെ നിന്നാണ് നോമ്പിൻ്റെ ചർച്ച തുടങ്ങുന്നത്, നോമ്പിനുണ്ടാക്കുന്ന എളുപ്പത്തിൻ്റെ ചർച്ച തുടങ്ങുന്നത്. നോമ്പിനെക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പറയുന്നുള്ളൂ, വായിലുണ്ടാവുന്ന മണം എന്ന് പറയുന്നത്. അതുപോലും വിശ്വാസിക്ക് ബറക്കയായി മാറുന്നു എന്ന രീതിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ട്. കാരണം നോമ്പെടുക്കുന്നതുകൊണ്ടാണ്. ഒരു ഖുദ്സി ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അള്ളാഹ് പറഞ്ഞതായിട്ട്, നോമ്പ് എനിക്കുള്ളതാണ്. കാരണം ഈ ഭക്ഷണം ഒഴിവാക്കുന്നതും ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ സ്വബറോടുകൂടി പാലിക്കുകയും ചെയ്യുന്നത് എനിക്ക് വേണ്ടിയിട്ടാണ് വിശ്വാസം നോമ്പെടുക്കുന്നത്. അതുകൊണ്ട് ഞാനാണ് നോമ്പുകാരന് പ്രതിഫലം കൊടുക്കുന്നതെന്ന് അള്ളാഹ് പറയുന്നു. ബാക്കിയുള്ളതിനും അള്ളാഹ് തന്നെയാണ് പ്രതിഫലം തരുന്നതെങ്കിൽ പോലും ആ ഖുദ്സി ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ എനിക്ക് വേണ്ടിയിട്ടാണ് അവൻ ഭക്ഷണം ഒഴിവാക്കുന്നത്, എനിക്ക് വേണ്ടിയിട്ടാണ് വെള്ളവും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഒഴിവാക്കുന്നത്, അതുകൊണ്ട് ഞാൻ അവന് പ്രതിഫലം നൽകുമെന്ന് ഖുദ്സി ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹ് പറഞ്ഞതായി പ്രത്യേകം എടുത്ത് പറയുന്നത് കാണാം. കാരണം അള്ളാഹു നോമ്പുകാരനെ പ്രത്യേകം പരിഗണിക്കുന്നു. അതുകൊണ്ടാണ് സ്വർഗത്തിൽ നോമ്പുകാരന് റയ്യാൻ എന്ന് പറയുന്ന പ്രത്യേക വാതിലുണ്ടാകുമെന്ന് പോലും പഠിപ്പിച്ചത്. ഇതൊക്കെയും ഈ ഒരു ധാരണ ഉണ്ടാവേണ്ടത്, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ചർച്ച ഞാൻ ചെയ്യുന്നത്, നോമ്പ് ഇബാദത്തുകളെ പോലെ തന്നെ എളുപ്പം തന്നെയാണ് എന്ന് ആദ്യം നമ്മൾ മനസ്സിലാക്കുക. അത് പ്രയാസമുണ്ടാക്കുന്നതല്ല, ഒരു വിശ്വാസിയുടെ ജീവിതത്തിനെ കൂടുതൽ ശുദ്ധീകരിക്കുന്നതാണ്, നമുക്ക് ഉപകാരപ്പെടുന്നതാണ്, നമുക്കിവിടെയും പരലോകത്തും ഒരുപോലെ പ്രയോജനപ്പെടുന്നതാണ് എന്നുള്ള ബോധം നമുക്ക് നോമ്പ് തരുന്നു, അല്ലെങ്കിൽ തരണം. കാരണം ഖുർആൻ പ്രത്യേകം എടുത്ത് പറഞ്ഞത് ഈ സൂറത്ത് 183 ആയത്തിൽ കുത്തിബ അലൈക്കും സിയാം എന്ന് പറയുന്ന ഭാഗത്ത് തന്നെ ഖുർആൻ പറയുന്നത് ലഅല്ലക്കും തത്തഖൂൻ എന്നുള്ളതാണ്. നിങ്ങൾ തഖ്വ ലഭിച്ചേക്കാമെന്നാണ്, ഒരു ഗ്യാരണ്ടിയുമില്ല. നോമ്പുകാരന് തഖ്വ ലഭിച്ചേക്കാമെന്നുള്ളതാണ്. അതായത് ഈ പോകുന്ന 29-30 ദിവസവും വേണ്ട രീതിയിൽ നോമ്പെടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ലഭിച്ചേക്കാമെന്നുള്ളതാണ്. തഖ്വയെക്കുറിച്ച് നമുക്ക് വിശദമായി തന്നെ അറിയാം. തഖ്വ എന്ന് പറയുന്നത് നമ്മുടെ ഈമാനുമായി ബന്ധപ്പെട്ട കാര്യമാണ്, നമ്മുടെ അച്ചടക്കവുമായി ബന്ധപ്പെട്ട കാര്യമാണ്, നമ്മുടെ സൂക്ഷ്മതയുമായി ബന്ധപ്പെട്ട കാര്യമാണ്. തഖ്വ പറയുന്ന ഭാഗത്തൊക്കെയും ഒരുപാട് വ്യത്യസ്ത ആശയങ്ങളുണ്ട്. ഇവിടെ റമദാനിൽ ഈ ഭക്തി ഉണ്ടാക്കുമെന്നുള്ള അർത്ഥത്തിലല്ല തഖ്വ എന്ന് പറഞ്ഞാൽ, ജീവിതത്തിൽ സൂക്ഷ്മത ഉണ്ടാകുമെന്നുള്ള അർത്ഥത്തിലാണ്. ആ കാര്യത്തിൽ അള്ളാഹുവിനെ സൂക്ഷിക്കുമെന്നുള്ള അർത്ഥത്തിലാണ്. നമുക്ക് പോലും അറിയാം, ഈ കുടുംബ ബന്ധത്തിൻ്റെ വർത്തമാനം പറയുന്ന ഭാഗത്തും അള്ളാഹു സുബ്ഹാനഹു വ തആല തഖ്വ ഉപയോഗിച്ചിട്ടുണ്ട്. വജഅൽനാ ലിൽ മുത്തഖീന ഇമാമ, അതായത് അള്ളാഹു സുബ്ഹാനഹു വ തആല റബ്ബനാ ഹബ്ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അയ്യുൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമ. പടച്ചവനെ, എൻ്റെ ഇണകൾ, ഞങ്ങളുടെ ഇണകളിൽ നിന്നും, ആണായാലും പെണ്ണായാലും നമ്മളുടെ ഇണകളിൽ നിന്നും നമ്മുടെ മക്കളിൽ നിന്നും ഞങ്ങൾക്ക് കൺകുളിർമ തരണമേ. അതുപോലെ മുത്തക്കികളുടെ ഇമാമാക്കി ഞങ്ങളെ മാറ്റണമേ. അവിടെ മുത്തക്കി എന്ന് പറഞ്ഞാൽ കുടുംബ ബന്ധം, നേരത്തെ ആദ്യം പറഞ്ഞ കുടുംബ ബന്ധത്തിൽ സൂക്ഷ്മത പാലിക്കുന്നവരുടെ മുമ്പന്മാരാക്കി മാറ്റണമേ എന്നാണ് അർത്ഥം. അതായത് റമളാനിൽ തഖ്വ ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ റമളാനിൽ കുടുംബ ബന്ധം സൂക്ഷിക്കുക എന്നും കൂടി അർത്ഥം വരുന്നു. അതും കൂടിയാണ് അർത്ഥം. റമളാനിൽ നമ്മുടെ സുഹൃത്ത് ബന്ധം സൂക്ഷിക്കുന്ന അർത്ഥം വരുന്നു. റമളാനിൽ അയൽപ്പക്ക ബന്ധവും നാട്ടുകാരുമായിട്ടുള്ള നമ്മൾ ഇടപെടലുകളും സൂക്ഷിക്കുന്നതിൻ്റെ അർത്ഥം വരുന്നു. തഖ്വ എന്ന് പറയുന്നത് ഭക്തിയെക്കുറിച്ച് മാത്രമാണ് എന്ന് നമ്മൾ തെറ്റിദ്ധരിക്കാൻ പാടില്ല. തഖ്വയെ പരിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തുന്നതൊക്കെയും ഒരുപാട് വ്യത്യസ്തമായ അർത്ഥങ്ങളിലാണ്. ജനങ്ങൾക്ക് വേണ്ടി പെരുമാറുന്നവൻ എന്ന രീതിയിൽ പറയാം. യുസാരിഊന ഫിൽ ഖൈറാത്ത്, നന്മകളിൽ മത്സരിക്കുന്നവർ. നന്മയെന്ന് പറഞ്ഞാൽ പൊതുജനങ്ങളുടെ ക്ഷേമപ്രവർത്തനങ്ങളിൽ ഇടപെടുന്നവൻ എന്നും കൂടിയാണ് അർത്ഥം. തഖ്വയെ അവിടെ അതാണ് തഖ്വ. ഏത് റമളാനിൽ കുത്തിയിരുന്ന് ഇത് ചെയ്തു കഴിഞ്ഞാൽ തഖ്വ ലഭിക്കും എന്ന് നിങ്ങൾ കരുതരുത്. ഒരു വിശ്വാസിയുടെ ഒരു മാസമാണ് റമളാനിലൂടെ കടന്നു പോകുന്നത്. ആ വിശ്വാസി ആ മാസം തൻ്റെ വ്യക്തി, സ്വകാര്യ, കുടുംബ, സാമൂഹ്യ ജീവിതങ്ങളിലെ സൂക്ഷ്മതയും കൂടി പാലിക്കുമ്പോഴാണ് ലഅല്ലക്കും തത്തഖൂൻ അല്ലാഹു സുബ്ഹാനഹു വാഗ്ദാനം ചെയ്യുന്നത്. അങ്ങനെയുള്ളതാണെങ്കിൽ തഖ്വ ലഭിച്ചേക്കാമെന്ന്.
ഇത്രയും വിശാലമായ അർത്ഥം റമദാനിൽ മാത്രം ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അതായത് റമദാൻ എന്ന് പറയുന്നത് കുറച്ച് റിച്വലിസ്റ്റിക്കായ കുറച്ച് ആരാധനാനുഷ്ഠാനങ്ങളുടെ മാത്രം മാസമായി കരുതരുത്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രത്യേകം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെക്കുറിച്ച് സഹാബികൾ പറഞ്ഞത്, അല്ലെങ്കിൽ അശ്റല്ലാൻ അടക്കമുള്ള റിപ്പോർട്ടുകൾ നമുക്ക് കാണാം. റമദാൻ ആകുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൂടുതൽ ഔദാര്യവാനായി മാറുന്നു, കൂടുതൽ ജനസേവകനായി മാറുന്നു. നമ്മൾ പറയുക റമദാൻ ആകുമ്പോൾ കുറച്ചും കൂടി ഇത്തികാഫിരിക്കാമെന്നല്ലേ. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ റമദാൻ ആകുമ്പോൾ കൂടുതൽ ഔദാര്യമുള്ള ആളായി മാറുന്നു. ഇത്തികാഫിരിക്കുന്ന അതേ മനുഷ്യൻ തന്നെയും ഔദാര്യമുള്ള ആളായി മാറുന്നു. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഈ പള്ളിയിൽ മസ്ജിദുൻ നബവിയിൽ ഒരു മാസം ഇത്തികാഫിരിക്കുന്നതിനേക്കാളും നല്ലത്, എനിക്കിഷ്ടം എൻ്റെ സഹോദരനോടൊപ്പം ജീവിക്കുന്നതാണ്, അവൻ്റെ കൂടെ നടക്കുന്നതാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്ന ഹദീസ് കാണാം. അതായത് ഇത്തികാഫിൻ്റെ പോരിഷ കുറച്ച് കാണിക്കലല്ല, പകരം സഹജീവി സ്നേഹവും സഹവർത്തിത്വവും ഉയർത്തിക്കാണിക്കലാണ് എൻ്റെ ഉദ്ദേശം. നമ്മുടെ റമദാൻ നമ്മളിലൂടെ ഒരു മാനുഷികത, ഒരു സ്നേഹം, അപരരോടുള്ള മറ്റുള്ളവരോടുള്ള സ്നേഹം വളർത്തിയില്ല എങ്കിൽ നമ്മളിൽ തഖ്വ ഉണ്ടായില്ല എന്നാണ് എൻ്റെ അർത്ഥം. നമ്മളിൽ റമദാൻ മറ്റുള്ളവർ എമ്പതിയും സിമ്പതിയും നമ്മൾ വളർത്തിയില്ല എങ്കിൽ റമദാനെ കൊണ്ട് യാതൊരു ഉപകാരവുമില്ല എന്നാണ് അർത്ഥം. റമദാന് ഫുള്ള് ഇബാദത്ത് നിൽക്കുകയും കുടുംബക്കാരെ അവഗണിക്കുകയും ചെയ്യുകയാണെങ്കിൽ സിലത്തുറഹ്മ്, അതായത് കുടുംബബന്ധം വിച്ഛേദിക്കുന്ന നമ്മളിൽ പെട്ടവനല്ല എന്ന അർത്ഥത്തിലേക്ക് നമ്മൾ മാറുന്നു എന്നാണ് അർത്ഥം. അങ്ങനെയുള്ളവന് തഖ്വ അവകാശപ്പെടാൻ കഴിയില്ല എന്നും കൂടിയാണ് എൻ്റെ അർത്ഥം. അപ്പോൾ തഖ്വ എന്ന് പറയുന്നത് അതുകൊണ്ടാണ് ഒരു മാസം നീണ്ടി തന്നിരിക്കുന്നത്. റമദാൻ 1-2 ദിവസമല്ലല്ലോ, ഒരു മാസം. ഈ പറയുന്ന ഒരു മനുഷ്യനെന്ന നിലയിൽ നമ്മൾ ചെയ്യാനുള്ള മുഴുവൻ കടമകളും ചെയ്യാനുള്ള മാസമായി മാറുന്നു. അങ്ങനെ ചെയ്ത് വിജയിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് തഖ്വ അവകാശപ്പെടാം, അല്ലെങ്കിൽ തഖ്വ ലഭിച്ചേക്കാം എന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. അതുകൊണ്ടാണ് ലഅല്ലക്കും, ആ ഭാഷയുടെ ഒരു പ്രത്യേകതയുണ്ട്, അത് സാധ്യതയുള്ളൂ, ഒരു ഉറപ്പുമില്ല. നിങ്ങൾക്ക് ലഭിച്ചേക്കാമെന്ന് പറയുന്നത് ലഅല്ലക്കും എന്നുള്ള രീതിയിലാണ്. ഇതിൻ്റെ ഒരു പ്രത്യേകത നോക്കുക. റമദാൻ എന്ന് പറയുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ മാത്രം നന്നാക്കാൻ തന്നതായിരുന്നോ? അങ്ങനല്ല. ഏത് കുത്തിബാലേക്കും സിയാമു കമാ കുത്തിബ അലല്ലദീന മിൻ ഖബലിക്കും, നിങ്ങൾക്ക് മുമ്പുള്ളവരേക്കും നിർബന്ധമാക്കിയതുപോലെ നിങ്ങൾക്കും നിർബന്ധമാക്കണമെന്നാണ്. അതായത് റമദാൻ ഒരു ചരിത്രമുണ്ട്, അല്ലെങ്കിൽ അതായത് നോമ്പിന് ഒരു ചരിത്രമുണ്ട്. നോമ്പെന്ന് പറയുന്നത് മുസ്ലിങ്ങൾ നമ്മുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ ഒരു അനുചരന്മാർക്ക് മാത്രം കൊടുത്തതായിരുന്നില്ല എന്നാണ് ആയത്ത് നമ്മളെ പഠിപ്പിക്കുന്നത്. നോമ്പിൻ്റെ ചരിത്രം ഇതിനു മുമ്പുള്ള ആൾക്കാർക്കും വിശ്വാസികളായ ആൾക്കാർക്കും കൊടുത്തത് തന്നെയാണ് നിങ്ങൾക്കും തരുന്നത്. ഇതൊരു പുതിയ സംവിധാനമല്ല എന്നും കൂടിയാണ് എൻ്റെ അർത്ഥം. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് മുമ്പേ വന്ന പ്രവാചകന്മാർക്കും അവരുടെ അനുയായികൾക്കും നമ്മളെപ്പോലെ നമ്മളോട് കൽപ്പിച്ച പോലെ അവരെയും കൽപ്പിച്ചിരുന്നു. അവരും നന്നാവാൻ വേണ്ടി കൊടുത്ത ദിനചര്യ തന്നെ ആയിരുന്നു, വ്രതം തന്നെ ആയിരുന്നു, രീതി തന്നെ ആയിരുന്നു ഇതിലുള്ളത്. ഒരുപക്ഷെ കാലത്തിനനുസരിച്ചിട്ട് രീതികൾ മാറ്റമുണ്ടാവാം, ഇബാദത്തുകളുടെ ചട്ടവട്ടങ്ങളിൽ മാറ്റങ്ങൾ സംഭവിക്കും. പക്ഷേ നോമ്പ് തന്നെ ആയിരുന്നു നമുക്ക് കാണാം. അതായത് അപ്പം മനസ്സിലാക്കേണ്ടത്, ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിച്ച രീതി എന്ന രീതിയിലേക്ക് തെറ്റിദ്ധരിക്കേണ്ടതില്ല. ഇത് മുൻകാല പ്രവാചകന്മാരുടെയും അവരുടെ അനുയായികളുടെയും സുന്നത്തും കൂടിയിട്ടായിരുന്നു. അത് നമ്മൾ ഏറ്റുപിടിക്കുന്നു എന്നതാണ്. അത് നമ്മളിലേക്കും കൂടി അല്ലാഹു സുബ്ഹാനഹു വ തആല തരുന്നു എന്നതാണ്. അതായത് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ നന്നാക്കാൻ ശ്രമിച്ചതുപോലെ മുൻകാല ജനതയെ നന്നാക്കാൻ ശ്രമിച്ചിരുന്നു എന്നും കൂടിയാണ് ഈ ആയത്തിൻ്റെ അർത്ഥം. അവർക്കും തഖ്വ ലഭിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കിയതുപോലെ നമുക്കും തഖ്വ ലഭിക്കാനുള്ള സാഹചര്യം റമദാനിലൂടെ തരുന്നു എന്നതാണ്. ഈ റമദാനുമായി ബന്ധപ്പെട്ട ആയത്തുകളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകം എടുത്തു പറയുന്നൊരു കാര്യമുണ്ട്. റമദാൻ എന്താണ്? അതിൽ ഷഹ്റു റമദാൻ അല്ലദീ ഉൻസില ഫീൽ ഖുർആൻ, റമദാൻ എന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നബിയായി മാറുന്ന മാസമാണ്. അതാണ് റമദാൻ. അതായത് ഖുർആൻ്റെ അവതരണം റമദാനിൽ സംഭവിക്കുന്നു. ഒരു വൈജ്ഞാനിക വിപ്ലവത്തിന് റമദാൻ കാരണമാവുന്നു. ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്, വായന എന്നത് ഇസ്ലാമിൻ്റെ പ്രധാന ഭാഗമായി മാറുന്നത് അത് സംഭവിക്കുന്ന റമദാനിലാണ്. മുഹമ്മദ് എന്ന് പറയുന്ന ഒരു വ്യക്തി റസൂലായി മാറുന്നത് അത് റമദാനിലാണ്. അതുപോലെ തന്നെ നമ്മളൊക്കെ ഇന്നിരുന്ന് ഇങ്ങനെ ഇസ്ലാമിനെക്കുറിച്ചും ദീനിനെക്കുറിച്ചും സംസാരിക്കാൻ കാരണമാവുന്നതും റമദാനിലാണ്. അതായത് നുബുവത്ത് തുടക്കമിടുന്നത് റമദാനിലാണ്. അതുകൊണ്ടാണ് റമദാൻ അത് മുബാറക്കായി മാറുന്നത്, അനുഗ്രഹീതമായ മാസമായി മാറുന്നത്. വഹീൻ്റെ തുടക്കമിടുന്നത്, നുബുവത്തിൻ്റെ തുടക്കമിടുന്നത്, മുഹമ്മദ് എന്ന മനുഷ്യൻ റസൂൽ എന്ന് പറയുന്ന മഹാനുഭാവനായി മാറുന്നത്,
നമ്മളെല്ലാം ഇന്നിരുന്ന് വൈജ്ഞാനിക ഒരു പഠിക്കാൻ കാരണമാവുന്ന ആദ്യത്തെ ആയത്തിറങ്ങുന്ന ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് എന്ന് പറയുന്ന ആശയത്തിനും തുടക്കമിടുന്ന റമദാനിലാണ്. ഇത് നമ്മുടെ വിജയത്തിന് കാരണമായി മാറുന്നു. പഠിക്കാൻ കൽപ്പിക്കുന്ന ആയത്ത് ആദ്യത്തെ ആയത്തായി അല്ലാഹു സുബ്ഹാനഹു വ തആല മാറ്റുന്നു. ഒരു വിശ്വാസി ഒരു മനുഷ്യൻ എങ്ങനെ ആവണമെന്ന് പഠിപ്പിക്കുന്ന ആദ്യത്തെ ഒരാശയം റമദാനിലാണ് ഇറങ്ങുന്നത്. അതുകൊണ്ട് തന്നെയാണ് റമദാനിൻ്റെ ആ ദിവസത്തെ ലൈലത്തുൽ ഖദറായി അല്ലാഹു സുബ്ഹാനഹു വ തആല പരിചയപ്പെടുന്നത്. ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദർ. അതായത് ആ ഖുർആൻ ഇറങ്ങിയ ദിവസം, മുഹമ്മദ് റസൂലായി മാറിയ ദിവസം, നമ്മളെ പഠിക്കാൻ പ്രേരിപ്പിച്ച ആദ്യത്തെ ഈ ആയത്തിറങ്ങുന്ന നിമിഷം, അത് ആ ഒരു രാത്രി ഏതാണെന്ന് വേറെ ചർച്ചയാണ്. പക്ഷെ എന്താണെങ്കിൽ പോലും അത്രയും പൗരുഷയാക്കപ്പെടുന്നതും 1000 മാസങ്ങളേക്കാൾ പൗരുഷം നിറഞ്ഞ ഒരു രാത്രിയായി മാറുന്നതും ഈ ഖുർആനിൻ്റെ അവതരണം കൊണ്ട് മാത്രമാണ്. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് ഷഹ്റു റമളാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ. അള്ളാഹു അവതരിച്ച ആ മാസം അത് ഹുദൽ ലിന്നാസ്, അത് ജനതയ്ക്ക് ഹുദയാണ്. റമളാനിൽ ഏറ്റവും കൂടുതൽ അധികരിക്കേണ്ട ഒരു കാര്യം ദഅവത്താണ്. റമളാൻ എന്ന് പറയുന്നത് വിശ്വാസികളായ കുറച്ച് ഒരു കൂട്ടം ഒരു കമ്മ്യൂണിറ്റി കൂടിയിരുന്ന് ഇബാദത്തുകളിൽ മുഴുകേണ്ടത് മാത്രമല്ല എന്നാണ് ഈ ആയത്ത് നമ്മെ പഠിപ്പിക്കുന്നത്. കാരണം ഈ ആയത്ത് റമളാനെക്കുറിച്ച് പറയുന്ന ആയത്തിൽ പ്രത്യേകം എടുത്ത് പറഞ്ഞത് ഹുദല്ലിന്നാസ് ആയിട്ടാണ്, മുസ്ലിങ്ങൾക്ക് ഹുദയായിട്ട് എന്നുള്ള അർത്ഥത്തിലല്ല. ഖുർആൻ അവതരിച്ചത്, ഈ റമളാൻ മാസത്തിൽ അവതരിച്ചത് ഹുദല്ലിന്നാസ് എന്നുള്ള അർത്ഥത്തിലാണ്. ജനങ്ങൾക്ക് ഹുദയായിട്ടാണ്, മുസ്ലിങ്ങൾക്ക് മാത്രം ഹുദയായിട്ടല്ല. ഒരു കമ്മ്യൂണലായ ഒരു ചിന്ത റമളാൻ തരുന്നില്ല എന്നതാണ് ഇതിൻ്റെ ഈ ആശയത്തിൻ്റെ അർത്ഥം. സാമുദായികമായിട്ടൊരു ചിന്തയല്ല റമളാൻ തരുന്നത്, ഒരു മാനവികമായ യൂണിവേഴ്സലായ ചിന്തയാണ് റമളാൻ നമുക്ക് തരേണ്ടത്. ഞാൻ പറഞ്ഞത് റമളാൻ എങ്ങനെയാണ് വിജയമാവുന്നതിനുള്ള ചർച്ചയിലേക്കാണ്. റമളാൻ ഇത് മുസ്ലിങ്ങളുടെ മാത്രം മാസമായി കരുതുമ്പോൾ, അല്ലെങ്കിൽ ഖുർആൻ മുസ്ലിങ്ങളുടെ മാത്രം വേദഗ്രന്ഥമായി കരുതുമ്പോൾ അത് നമ്മൾ പരാജയപ്പെടുന്നു എന്നാണ് എൻ്റെ അർത്ഥം. റമളാൻ ഹുദല്ലിന്നാസാണ്, അതെങ്കിൽ ഖുർആൻ അത് ഹുദല്ലിന്നാസാണ്. അപ്പോൾ ബയ്യിനാത്തും മിനൽ ഹുദ വൽ ഫുർഖാൻ, ഈ ഖുർആൻ അല്ലെങ്കിൽ റമളാൻ ഇതൊക്കെ പറയുന്നത് നമ്മളെ സത്യാസത്യ വിവേചന വേർതിരിക്കുന്നതും കൂടാണ് റമളാൻ, അല്ലെങ്കിൽ ഈ ഖുർആൻ. നമ്മൾ ഏതാണ് സത്യമെന്നും ഏതാണ് അസത്യമെന്നും ധർമ്മം ഏതാണെന്നും അധർമ്മം ഏതാണെന്നും വേർതിരിച്ച് തരുന്നതും കൂടാണ്. അത് നമുക്ക് മാത്രം മനസ്സിലാവേണ്ടതല്ല, ബാക്കിയുള്ളവരിലും കൂടി എത്തേണ്ടതാണ്. അത്രത്തോളം വിശാലമായി റമളാനെക്കുറിച്ച് പറയുന്ന ആയത്തിൽ മാത്രം അല്ലാഹു പറയുന്നു. അതായത് ഞാൻ പറഞ്ഞു വരുന്നത്, റമളാൻ വിശ്വാസികൾക്ക് മാത്രം വിജയമായി മാറേണ്ടതല്ല, റമളാൻ നമ്മുടെ ചുറ്റുപാടും ജീവിച്ചിരിക്കുന്നവർക്കും കൂടി വിജയമായി മാറേണ്ടതും കൂടാണ്. അവരെയും കൂടി സത്യം ഇതാണ് എന്ന് ബോധിപ്പിച്ചു കൊടുക്കേണ്ട മാസവും കൂടാണ്. അതുകൊണ്ട് അതിന് അത്യാവശ്യമായി വേണ്ടത് സബർ തന്നെയാണ്. അതാണ് വസ്തഈനു ബിസ്സബ്രി വസ്സലാത്ത്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ശരി നല്ല വിശ്വാസി ആര് എന്ന് പറയുന്ന ഭാഗത്ത് ഒരു കാര്യം പറഞ്ഞത്, അൽ മുഅ്മിൻ അല്ലദീ യഖ്തലിതു നാസ വയസ്ബിറു അലാ അദാഹും ഖൈറും മിനൽ മുഅ്മിൻ അല്ലദീ ലാ യഖ്തലിതു നാസ് വലാ യസ്ബിറു അലാ അദാഹും. ജനങ്ങളോട് ഒട്ടും ഇടപഴകാത്ത, ഇനി എന്തെങ്കിലും ഇടപെട്ടാൽ എന്തെങ്കിലും ആ ഇടപെടുന്ന രീതിയിൽ എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നാൽ ഒട്ടും ക്ഷമിക്കാത്ത മുഅ്മിനേക്കാൾ ജനങ്ങളോട് ഇടപഴകുകയും അവരിൽ നിന്നുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ ക്ഷമിക്കുകയും ചെയ്യുന്ന മുഅ്മിനാണ് ഏറ്റവും നല്ലവൻ. 2 തരം മുഅ്മിനുകളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ പരിചയപ്പെടുത്തുന്നു. ആദ്യത്തെ മുഅ്മിനാണ് ഏറ്റവും നല്ലവൻ. ജനങ്ങളോട് ഇടപഴകാൻ നമ്മളോട് കൽപ്പിക്കുന്നു, അതിൽ ബുദ്ധിമുട്ടുണ്ടാവും, അവിടെ സബർ പാലിക്കാനും നമ്മളോട് കൽപ്പിക്കുന്നു. സബർ എന്നതിന് 3 അർത്ഥങ്ങളാണ്. അത് ക്ഷമയുണ്ട്, സഹനമുണ്ട്, സഹിക്കലുമുണ്ട്, നിൽക്കുന്ന മാർഗത്തിൽ സ്ഥൈര്യത്തോടുകൂടി നല്ല വിൽ പവറോടുകൂടി നിൽക്കുകയും ചെയ്യുക എന്നതിനും കൂടാണ് സബർ എന്ന് പറയാം. കാരണം യുദ്ധ സാഹചര്യങ്ങൾ പോലും അല്ലാഹു സുബ്ഹാനഹു വ തആല ഇസ്ബിറു വ സാബിറു വ റാബിത്തു എന്ന് ഖുർആൻ ഉപയോഗിക്കുന്നത് കാണാം. യുദ്ധ സാഹചര്യത്തിൽ സബർ പാലിക്കുക എന്ന് വെച്ചാൽ ആ നിൽക്കുന്ന വേളയിൽ വളരെ ധൈര്യത്തോടു കൂടി നേരിടുക എന്നാണ് അവിടെ സബറിൻ്റെ അർത്ഥം. അതായത് സബറോടുകൂടി നമുക്ക് റമളാനെ സമീപിക്കണം. റമളാനിൽ നമ്മൾ നേരിടുന്ന പ്രശ്നങ്ങളെ സബറോടുകൂടി അത് കീപ്പ് ചെയ്യാൻ കഴിയണം. അത് മറ്റുള്ളവരോട് സംസാരിക്കുമ്പോൾ, പ്രത്യേകിച്ച് ഇസ്ലാമുമായി സംസാരിക്കുമ്പോൾ ഇന്നത്തെ സാഹചര്യങ്ങളിൽ പരിഹാസം പെട്ടെന്ന് വരാൻ സാധ്യതയുണ്ട്. ഇസ്ലാമിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഖുർആനെയും അധിക്ഷേപിക്കാൻ പെട്ടെന്ന് സാധ്യതയുണ്ട്. റമളാൻ മാസം സ്വാഭാവികമായി ദേഷ്യം കൂടുന്ന മാസവും കൂടാണ്. നമുക്ക് പെട്ടെന്ന് ദേഷ്യം കൂടും.
പക്ഷേ റമദാൻ മാസത്തിൽ ദഅവത്ത് നടത്താൻ നമ്മളോട് പ്രത്യേകം കൽപ്പിക്കുന്നു. ആ ദഅവത്ത് നടത്തുമ്പോൾ ഇസ്ലാമിനെക്കുറിച്ച് അധിക്ഷേപം കേൾക്കാൻ സാധ്യതയുണ്ട്. അവിടെ നമ്മൾ സ്വബർ പാലിക്കുകയും വേണമെന്നും കൂടാണ്. കാരണം ഇസ്ലാമിനെയോ ആരെങ്കിലും വഴക്കു പറയുമ്പോൾ, തെറി വിളിക്കുമ്പോൾ ഇന്നി സായിമുൻ, ഞാൻ നോമ്പുകാരനാണ് എന്ന് പറയണമെന്നാണ് വിശ്വാസിയോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത്. ഞാൻ നോമ്പുകാരനാണ്. അതായത് നോമ്പുകാരനായ എനിക്ക് ദേഷ്യം പ്രകടിപ്പിക്കാനും ഈ വൈരാഗ്യം പ്രകടിപ്പിക്കാനും തെറി വിളിക്കാനും കഴിയില്ല. അതിന് ശേഷം കഴിയുമെന്നുള്ള അർത്ഥത്തിലല്ല. ഒരു വിശ്വാസിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഗുണമാണ് അവൻ സ്വബർ പാലിക്കുന്നവനെന്നുള്ളത്. അതുകൊണ്ടാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഷഹ്റു സ്വബർ, സ്വബറിൻ്റെ മാസമാണ് ഇതെന്ന് പറഞ്ഞത്. ഈ സ്വബറിനെക്കുറിച്ച് ഖുർആൻ തന്നെ പറഞ്ഞ് നമ്മൾ പലപ്പോഴും സംസാരിച്ചിട്ടുണ്ട്. സ്വബർ എന്ന് പറയുന്നത് ഞാൻ പാലിക്കേണ്ടതല്ല, നിങ്ങളും കൂടെ പാലിക്കേണ്ടതാണ് എന്ന് മറ്റുള്ളവരെയും കൂടെ ഓർമ്മപ്പെടുത്തലും കൂടെ ചെയ്യേണ്ടവനാണ് വിശ്വാസി. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞല്ലോ, വൽ അസ്ർ ഇന്നൽ ഇൻസാന ഖുസ്ർ ഇല്ലല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്ത് വതവാസൗ ബിൽ ഹഖ് വതവാസൗ ബിസ് സബ്ർ. സത്യം കൊണ്ടും, സത്യമെന്ന് പറഞ്ഞാൽ ഹക്ക് എന്ന് പറഞ്ഞാൽ അവകാശം, ഉത്തരവാദിത്വം, ധർമ്മം, ന്യായം എന്നൊക്കെ അർത്ഥമുള്ളതാണ് ഹക്ക്. ഇതുകൊണ്ട് പരസ്പരം ഉപദേശിക്കുന്നവരാണ് വിശ്വാസികൾ. സ്വബർ കൊണ്ടും പരസ്പരം ഉപദേശിക്കുന്നവരാണ്. അതായത് എനിക്ക് മാത്രം സ്വബർ പോരാ, നിങ്ങൾക്കും കൂടി സ്വബർ വേണം എന്ന് പറയാൻ ഒരു വിശ്വാസിക്ക് കഴിയണം. റമളാൻ്റെ ഒരു പ്രത്യേകത കൊടുക്കൽ വാങ്ങലുടെ മാസമാണ്. റമളാൻ സ്വതക്കകൾ വർദ്ധിപ്പിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. പുഞ്ചിരി വർദ്ധിപ്പിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. സ്നേഹം വർദ്ധിപ്പിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. മറ്റൊരുത്തിനെ ഉപദേശിക്കാനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. അത് ഇതിലൂടെയാണ്. അതായത് ഞാൻ മാത്രം നന്നായാൽ മാത്രം പോരാ, നമ്മൾ ഒരുമിച്ച് നന്നാവുക എന്നതാണ് റമളാൻ ഒരു ജമാഅത്താക്കി നമ്മൾ പഠിപ്പിക്കുന്നത്. റമളാൻ ഒരു സംഘടിതമായ ഒരു ഇബാദത്തും കൂടാണല്ലോ റമളാൻ നടക്കുന്നത്. ഇവിടെ തറാവീഹുകൾ സംഘടിതമായി നടക്കുന്നു, ഫർദ് സംഘടിതമായി നടക്കുന്നു. നമ്മളെല്ലാവരും ഒരേ സമയം നോമ്പെടുക്കുകയും ഒരേ സമയം നോമ്പ് തുറക്കുകയും ചെയ്യുന്നു. ഒരു സംഘടിതമായ ഒരു ഇബാദത്തും കൂടെയാണല്ലോ. അതുകൊണ്ട് നന്നാവുമ്പോൾ ഒന്നിച്ച് നന്നാവുക എന്നതാണ്. അവൻ വഴക്കിടുമ്പോൾ, തെറി പറയുമ്പോൾ, ബഹളം വെക്കുമ്പോൾ പറയാൻ പാടില്ല ഇത് റമളാനാണെന്ന് ബോധിപ്പിക്കാനും കൂടി നമുക്ക് കഴിയണം. അതായത് ഈ പറയുന്ന സഹവർത്തിത്വം റമളാനിൽ നമ്മൾ വികസിപ്പിച്ചെടുത്തില്ല എങ്കിൽ തഖ്വ വളർന്നില്ല എന്നും കൂടി നമ്മൾ മനസ്സിലാക്കുക. അതായത് നമ്മൾ റമളാനിൽ പരാജയപ്പെടുന്നു എന്നും കൂടി നമ്മൾ തിരിച്ചറിയുക. റമളാൻ എന്നത് നേരത്തെ പറഞ്ഞതുപോലെ ഇബാദത്തിൽ നിന്ന് തുടങ്ങി നമ്മുടെ സാമൂഹിക ഇടപാടുകളിലേക്ക് വരെ നീണ്ടു നിൽക്കുന്നതാണ്. സക്കാത്ത് എന്ന് പറയുന്നത് റമളാനിൽ കൊടുക്കേണ്ടതല്ല. യഥാർത്ഥത്തിൽ വാർഷികമായി എപ്പോഴാണോ നമ്മുടെ കയ്യിലുള്ളത് വരുന്നത് ആ ഒരു കണക്കിൽ കൊടുക്കേണ്ടതാണ്. പക്ഷേ റമളാനിൽ നമ്മൾ സക്കാത്ത് കൊടുക്കുന്നത് എല്ലാ പുണ്യങ്ങളും ഒന്നിച്ച് റമളാനിൽ വരട്ടെ എന്ന് കരുതിയത് കൊണ്ടാണ്. അതേപോലെ തന്നെ റമളാനിൽ സ്വതക്കകളാണ് സക്കാത്തിനേക്കാളും കൂടുതലുള്ളത്. അതായത് പൈസ ഉള്ളവന്, ക്യാഷ് ഉള്ളവന് കൊടുക്കാനുള്ള 2.5% സ്വതക്കൾക്ക് യാതൊരു പരിധിയുമില്ല. അത് എന്ത് രീതിയിലാണെങ്കിലും, ഉള്ളവനാണെങ്കിലും ഇല്ലാത്തവനാണെങ്കിലും കൊടുക്കുക എന്നുള്ളതാണ്. കാരണം പുണ്യം കൂടുതൽ വാങ്ങിക്കൂട്ടുക എന്നതാണ് സ്വതക്ക കൂട്ടുക എന്നതും സക്കാത്ത് കണക്ക് വെച്ചതിൻ്റെ അർത്ഥം. സക്കാത്ത് നിർബന്ധ ബാധ്യതയാവുന്നു. അത് ഉള്ളവനാണ് കൊടുക്കേണ്ടത്. സ്വതക്ക ഇല്ലാത്തവനും കൊടുക്കേണ്ട, പുണ്യം വാങ്ങേണ്ട ഒരു കാര്യം കൂടാണ്. അത് റമളാനിൽ അധികരിപ്പിക്കുക എന്നുള്ളതാണ്. ഞാൻ പറയുന്നത്, എന്തിനാണ് നമ്മൾ സ്വതക്ക കൊടുക്കുന്നത്? മറ്റൊരാളെ നമ്മളിലേക്ക് ബന്ധിപ്പിക്കുക എന്നതാണല്ലോ സ്വതക്കയുടെ ഉദ്ദേശം. സക്കാത്ത് എന്നത് ഇസ്ലാമിൻ്റെ അടിസ്ഥാന സംഭവങ്ങളിൽ ഒന്നായ ഒരു കാര്യം. അത് ഇന്ന പേർക്ക് കൊടുക്കണമെന്ന് പറയുന്ന നിർണിതമായ ആയത്തുള്ളത് കൊണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ കൊടുത്തു വിട്ടുന്ന രീതിയാണ്. അതോടുകൂടി നമ്മളെയും നമ്മുടെ സമ്പത്തിനെയും ശുദ്ധീകരിക്കുന്നതാണ് സക്കാത്ത്. സ്വതക്കയാണെങ്കിലോ നമ്മുടെ ഈമാൻ, എന്നിൽ ഈമാൻ ഉണ്ട് എന്ന് നമ്മളെ തന്നെ ഉറപ്പുവരുത്തുന്നതിനെയാണ് സ്വതക്ക എന്ന് പറയുന്നത്. എൻ്റെ ഈമാൻ നല്ലതാണെന്നും ദൃഢമുള്ളതാണെന്നും ഉറപ്പുള്ളതാണെന്നും സ്വയം ഉറപ്പുവരുത്തുന്നത് എങ്ങനെയാണ്? മറ്റുള്ളവരെ സാമ്പത്തികമായോ ശാരീരികമായോ എന്താണെങ്കിലും എങ്ങനെയാണെങ്കിലും സഹായിക്കുന്നതിലൂടെയാണ്. ഞാൻ ഇപ്പോഴും മുഅ്മിനാണെന്ന് സ്വയം ഉറപ്പുവരുത്തുന്നു. റമളാനിൽ അത് അധികരിപ്പിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം പറയുന്നു. ഞാൻ ഇപ്പോഴും മുഅ്മിനാണ്, ഞാൻ ഇന്നലത്തെ പോലെ ഇന്ന് മുഅ്മിനാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു കാര്യമാണ്, ഒരു വിശ്വാസിയുടെ നാളെ ഇന്നത്തെ പോലെ ആവാൻ പാടില്ല, ഇന്നലത്തെ പോലെ ഇന്നും ഇന്നത്തെ പോലെ നാളെയും ആവാൻ പാടില്ല. അപ്പോൾ അത് റമളാനിലാകുമ്പോൾ എങ്ങനെയിരിക്കും? നമ്മൾ ഇന്ന് ചെയ്ത പുണ്യത്തെക്കാളും ഇന്നലെ ചെയ്ത പുണ്യത്തെക്കാളും ഇന്ന് നമ്മൾ കൂട്ടുന്നു, ഇന്നത്തേക്കാളും നാളെ നമ്മൾ കൂട്ടുന്നു. ഒരു മാസം ഇങ്ങനെ തുടർന്നാൽ എത്രത്തോളം ഒരു നല്ല മനുഷ്യനായി, നല്ല വിശ്വാസിയായി നമ്മൾ മാറുന്നു. ആ പറഞ്ഞ വർത്തമാനം റമളാനിലേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ കൂടുതൽ നല്ല വിശ്വാസിയായും നല്ല മനുഷ്യനായി മാറുന്നതാണ്. അതായത് നല്ല വിജയത്തിലേക്ക് നമ്മൾ എത്തുന്നു. സൂറ മുഅ്മിനൂനിൽ ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ എന്ന് പറഞ്ഞിട്ടാണ് തുടങ്ങുന്നത്.
വിശ്വാസികൾ മുഅ്മിനുകൾ വിജയിച്ചിരിക്കുന്നു. ഫലാഹ് എന്ന പദത്തിൽ അധികം ഉപയോഗിക്കുന്ന ഇഹപര ലോകത്തിലെ വിജയത്തെക്കുറിച്ചിട്ടാണ്. അത് പിന്നെ ഓരോ കാര്യങ്ങൾ എണ്ണി എണ്ണി പറയുന്നത് കാണാൻ കഴിയും. സാമൂഹികമായ എല്ലാ ഇടപാടുകളെക്കുറിച്ചും കരാറുകൾ പാലിക്കുന്നതിനെക്കുറിച്ചും ധാർമ്മികത, നമ്മുടെ ലൈംഗിക ചിന്തകളെ ജീവിതത്തെയും സൂക്ഷിക്കുകയും ശുദ്ധീകരിക്കുന്നതിനെക്കുറിച്ചുമുള്ള നിരവധി കാര്യങ്ങൾ ഇങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല എടുത്തു പറയുന്നുണ്ട്. അവിടെ ആ പറയുന്ന ഭാഗത്ത് പോലും പൊതുജനങ്ങൾക്കിടയിൽ ഹൈറാത്തുകളിൽ ജനങ്ങൾക്കിടയിൽ മത്സരിച്ച് മുന്നേറുന്നതിനെയും പ്രത്യേകം എടുത്ത് പറയുന്നത് കാണാം. പൊതു നന്മകളിൽ മത്സരിച്ച് മുന്നേറുന്നതിനെ പ്രത്യേകം എടുത്ത് പറയുന്നത് കാണാം. വൈദ്യത്തിലിൽ മുത്തഖീൻ, അല്ലാഹു സുബ്ഹാനഹു വ തആല ആലി ഇംറാൻ പറയുന്നു, മുത്തഖികൾക്ക് ഒരുക്കി വെച്ചിരിക്കുന്നതാണ് സ്വർഗമെന്നത്. എന്നിട്ട് ആരാണ് മുത്തഖീൻ എന്ന് പറഞ്ഞാൽ അല്ലദീന യുസാരിഊന ഫിൽ ഖൈറാത്ത്. അവിടെയും അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്ത് ആലി ഇംറാൻ പറയുന്നത് പൊതു നന്മകളിൽ മത്സരിക്കുന്നവരാണ് മുത്തഖികൾ. ഇത് നമ്മൾ ഇഅ്തികാഫിൻ്റെ അതേ മാനസിക അവസ്ഥ മറ്റുള്ളവരെ സഹായിക്കുന്നതിലും അവരുടെ കൂടെ നിൽക്കുന്നതിലും നമുക്കുണ്ടാവണം. അത് ഒരുപക്ഷെ നമ്മുടെ സഹോദരനാവാം, നമ്മുടെ കുടുംബമാവാം, അയൽപ്പക്കമാവാം, നമ്മുടെ ചുറ്റുപാടുമുള്ളവരാവാം. ഈ ലോകവുമായിട്ടുള്ള ബന്ധം വിച്ഛേദിച്ചിട്ട് മുഴുവൻ പള്ളിയിൽ കുത്തിയിരിക്കുമ്പോൾ പലപ്പോഴും അത് തഖ്വ പൂർത്തിയാവണമെന്നില്ല. നമുക്ക് നമ്മുടെ ഒരു സാന്നിധ്യം ലഭിക്കേണ്ട ഒരു സഹോദരൻ, ഒരു സഹോദരി, ഒരു അയൽക്കാരൻ നമ്മുടെ കൂടെ ഉണ്ടായിരിക്കെ അവരൊരാവശ്യം നമ്മളാൽ പൂർത്തീകരിക്കപ്പെടേണ്ട ഒരു അവസ്ഥ ഉണ്ടായിരിക്കെ അത് പരിഗണിക്കാതെ പോയി പള്ളി കുത്തിയിരിക്കുന്നത് അത്ര നല്ല ഇബാദത്തല്ല എന്നും കൂടി നമ്മൾ മനസ്സിലാക്കുക. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റമളാനിലാണ് ഏറ്റവും ഔദാര്യവനായി മാറിയത്. ആ ഒരു ബോധമുണ്ടാവുക. ഈ ഒരു ചിന്തയിലൂടെ റമളാനിനെ കൂടുതൽ വിജയകരമാക്കി മാറ്റുക, നല്ല വിശ്വാസിയായി മാറുക, നല്ല മുഅ്മിനായി മാറുക. ഇങ്ങനെയാണെങ്കിൽ നമ്മൾ ഇപ്പോൾ ഇവിടെ സംസാരിക്കുന്നത് പോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് കൽപ്പിച്ചതുപോലെ വിജയം ലഭിക്കുന്ന ഒരു വിശ്വാസിയായി നമുക്ക് മാറാം. അല്ലാഹു സുബ്ഹാനഹു വ തആല നിയമങ്ങളെയും ഇബാദത്തുകളെയും വളരെ എളുപ്പത്തോടുകൂടി സ്വീകരിക്കുന്ന, നമ്മളെ ആത്മനിർവൃതിയോടുകൂടി സ്വീകരിക്കുന്ന വിശ്വാസികളാക്കി അല്ലാഹു നമ്മെ മാറ്റട്ടെ. നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല തരുന്ന നിയമങ്ങളും കൽപ്പനകളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശാസനകളുമെല്ലാം ഭാരമായി മനസ്സിലാക്കാതെ എളുപ്പമുള്ളതാണെന്നും ഞാനിത് വിശ്വാസിയാണെന്നും എൻ്റെ ബാധ്യതയാണെന്നും സ്വയം മനസ്സിലാക്കി സ്വീകരിക്കുന്ന നല്ലവരായ മുത്തഖികളാകാൻ ആഗ്രഹിക്കുന്ന, മുഹ്സിനുകളാവാൻ ആഗ്രഹിക്കുന്ന നല്ല വിശ്വാസികളാക്കി അല്ലാഹു സുബ്ഹാനഹു വ തആല മാറ്റട്ടെ. ആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.